ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ കുപ്പിക്കുള്ളിലെ അതുലകം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ബിടെക് S1-ലെ മാത്തമാറ്റിക്സിൻ്റെ മൊഡ്യൂൾ 5-ലെ ലീനിയർ ആൾജിബ്ര ഫുള്ളായിട്ട് വന്നു വരുന്ന പ്രോബ്ലംസ് ഇങ്ങനത്തെ ടൈപ്പ് ആയിരിക്കും എന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ചാപ്റ്ററിൽ കണ്ടുപിടിക്കാൻ പോകുന്നത് റാങ്ക് എന്ന സംഭവമാണ്. അതായത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ഒരു പക്ഷേ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് റാങ്ക് കണ്ടുപിടിക്കുക. ഈ റാങ്ക് കണ്ടുപിടിക്കുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി ഈ ചാപ്റ്ററിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ റാങ്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു മെട്രിക്സ് ഇപ്പോൾ ഇതാണെന്ന് വിചാരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ്, ഇതിൻ്റെ ഈ റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്, സീറോ അല്ലാത്ത ആദ്യത്തെ എലമെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ താഴത്തെ എല്ലാ എലമെൻറ്റ്സും സീറോ ആയിരിക്കണം. അതാണ് ഇതിൻ്റെ റോ റെഡ്യൂസ്ഡ് എഷെലോൺ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴത്തെ ഇതെല്ലാം സീറോ ആക്കണം. നമുക്ക് മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടി അറിയാം. ഇതിനൊക്കെ എന്ത് കോൺസ്റ്റന്റ് വെച്ച് ആഡ് ചെയ്യാനും പറ്റും, മൾട്ടിപ്ലൈ ചെയ്യാനും പറ്റും, സബ്ട്രാക്ട് ചെയ്യാനും പറ്റും. അപ്പോൾ അത് ഏതെങ്കിലും ഒരു പ്രോസസ്സോ അല്ലെങ്കിൽ എല്ലാ പ്രോസസ്സും കൂടെ ഉപയോഗിച്ചിട്ടോ ഈ താഴെയുള്ളതിനെല്ലാം എലിമിനേറ്റ് ചെയ്ത് സീറോയിലേക്ക് എത്തിക്കണം. അപ്പോൾ അതിന് നമുക്ക് ഈ റോ ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും, ആഡ് ചെയ്യേണ്ടി വരും, സബ്ട്രാക്ട് ചെയ്യേണ്ടി വരും ഒക്കെ പറ്റും. അപ്പോൾ അതാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞ പോയിന്റ്, ഫസ്റ്റ് നോൺ സീറോ നമ്പറിൻ്റെ താഴത്തെ എല്ലാം സീറോ ആയിരിക്കണം റോയിൽ. ഇതിപ്പോൾ ഈ 1ൻ്റെ താഴെയുള്ള എല്ലാം സീറോ ആയിരിക്കും. ഇത് സീറോ ആയി കഴിഞ്ഞാൽ ഇത് രണ്ടും ഇപ്പോൾ സീറോ ആണ്. അപ്പോൾ ഇനി അടുത്ത ഇതിങ്ങനെ ചെയ്തു വരുമ്പോൾ ഇത് ഒരു നോൺ സീറോ നമ്പറാണ് കിട്ടിയതെന്ന് വിചാരിക്കും. അപ്പോൾ ഇനി അടുത്ത ഫോമിലേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ നമ്പറിൻ്റെ താഴെ ഉള്ളതിനെ സീറോ ആക്കാൻ നോക്കണം. ഈ പ്രോസസ്സാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്കിനി ഫസ്റ്റ് ഇതിനെ എലിമിനേറ്റ് ചെയ്യാം, ഇതിന് സീറോ ആക്കാം. അപ്പോൾ ഇതിനെന്ത് ചെയ്യണം, ഇത് R1 ഫസ്റ്റ് റോ, R2 R3. അപ്പോൾ R2ൻ്റെ എലമെൻറ്റ് സെക്കൻഡിനെ സീറോ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, R2 - 2 R1 ചെയ്താൽ പോരെ. അതായത് ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ വെച്ചിട്ട് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം ഈ റോ സീറോ ആയി പോകും. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് 1 2 -1 3, 2 - 2 × 1 0, 2 - 2 × 2 2 - 4 അതായത് -2, അതുപോലെ 4 - 2 × -1 അതായത് മൈനസ് ആകുമ്പോൾ 4 + 2 6 ആവും. പിന്നെ അതുപോലെ 1 - 2 × 3 1 - 6 അതായത് -5. ഇതുവരെ ഓക്കെ അല്ലേ? താഴത്ത് നമ്മൾ അതുപോലെ തന്നെ എഴുതി. ഇത് നിങ്ങൾക്ക് ഒറ്റ സ്റ്റെപ്പിൽ വേണമെങ്കിൽ ചെയ്യാം, തേർഡ് റോയും എലിമിനേറ്റ് ചെയ്യാം. പക്ഷേ ഇത് ഞാൻ ഫസ്റ്റ് പറയുന്നത് കൊണ്ട് മാത്രം ബേസിക് ആയിട്ടുള്ള ആളുകൾക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇനി നമുക്ക് തേർഡ് റോ R3 നമുക്ക് R3 - 5 R1 ചെയ്ത് കഴിഞ്ഞാൽ R3യുടെ ഇതും സീറോ ആക്കാൻ പറ്റും. അപ്പോൾ 1 2 -1 3 അങ്ങനെ തന്നെ എഴുതി. ഇത് 0 -2 6 - 5. ഈ 5നെ -5 ചെയ്യുമ്പോൾ 0, 6 - 5 × 2 6 - 10 എന്ന് പറഞ്ഞാൽ -4. അതുപോലെ 7 - 1 × 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 + 5 അതായത് 12. പിന്നെ 5 - 15 -10. ഇതുവരെ ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റിൻ്റെ താഴത്തെ എല്ലാം സീറോ ആക്കി. ഇനി അടുത്ത റോയിലേക്ക് പോകുക. അതുപോലെ ഈ റോയിലെ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ഏത് വരുന്നപ്പോൾ -2. അപ്പോൾ ഇതിൻ്റെ താഴത്തെയും സീറോ ആക്കണം. ഇതിൻ്റെ താഴത്തെ സീറോ ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇതിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് അതിനെ സബ്ട്രാക്ട് ചെയ്യുക. അതായത് R2നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിനെ R3 വെച്ചിട്ട് സബ്ട്രാക്ട് ചെയ്യുക. R3നെ നമ്മൾ R3 ചേഞ്ചസ് ടു R3 - 2 R2. ഇത് ചെയ്യുമ്പോൾ 1 2 -1 3 അങ്ങനെ തന്നെ, 0 -2 6 - 5. ഇനി ഇത് സീറോ ആയിപ്പോയി. -4 + 4 ഇത് സീറോ ആയി. 12 - 12 0, -10
+10 ഇതും 0 ആയിപ്പോയി. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോം കിട്ടി. ഇതാണ് നമുക്ക് കിട്ടേണ്ട റോ റെഡ്യൂസ്ഡ് എച്ചലോൺ ഫോം എന്ന് പറയുന്നത്. നമ്മളെല്ലാത്തിൻ്റെയും റാങ്ക് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഈ ഒരു ഫോമിലേക്ക് എത്തിക്കുക എന്നാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ റാങ്ക് 2 ആണെന്ന് കിട്ടി. റാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് നോൺ സീറോ റോസ്, അതായത് ഈ റോ എല്ലാം 0 ആണ്. അപ്പോൾ ഇതിനെ കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ ഇത്രയും നോൺ സീറോ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിനെ ഒരു റാങ്ക് കൂട്ടണം. അപ്പോൾ ഇതിൽ അങ്ങനെ 1 2 ആണ് ഇതിൻ്റെ റാങ്ക്. ഇങ്ങനെയാണ് നമ്മൾ റാങ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യത ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ റാങ്ക് കണ്ടുപിടിക്കുക. എന്താ റാങ്ക് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ നമ്പർ ഓഫ് വെക്ടേഴ്സിന് ഈക്വൽ ആണോ നോക്കുക. ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, അല്ലെങ്കിൽ അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. പിന്നെ വരുന്നത് നമുക്ക് ഗോസ് എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഒക്കെ എഴുതിയിട്ട് നമ്മളുടെ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും ആ ക്വസ്റ്റ്യൻ വരുന്നത്. സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് യൂസിങ് ഗോസസ് എലിമിനേഷൻ മെത്തേഡ്. അതിൽ 3 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഒന്ന് x+y - z = 9, 8y + 6z = -6, -2x + 4y - 6z = 40. ഈ 3 ഇക്വേഷൻസ് ആണ്. അപ്പോൾ ഇത് നമ്മൾ Ax = b എന്ന ഫോമിലേക്ക് എഴുതാൻ പോവാണ്. എ എന്ന് പറയുന്നത് മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് തന്നിട്ടില്ല, അതിൻ്റെ കോഎഫിഷ്യൻസിനെ എഴുതാണ്. ഫസ്റ്റ് റോയിൽ എച്ചിൻ്റെ കോഎഫിഷ്യൻറ്റ് 1, വൈൻ്റെ കോഎഫിഷ്യൻറ്റ് 1, സെറ്റിൻ്റെ കോഎഫിഷ്യൻറ്റ് -1. ഇനി സെക്കൻഡ് ഇക്വേഷൻ എടുക്കാം. ഇതിൽ എച്ച് ഇല്ല, എച്ച് എന്ന ടേം ഇല്ല. അതുകൊണ്ട് അപ്പോൾ എച്ചിൻ്റെ സ്ഥാനത്ത് നമ്മൾ 0 ഇടണം. പിന്നെ y8, വൈയുടെ സ്ഥാനത്ത് 8, സെറ്റിൻ്റെ കോഎഫിഷ്യൻറ്റ് 6. ഇവിടെ -2, 4, -6 ഇങ്ങനെ എഴുതാം. ഇനി h എന്ന് പറയുന്നത് h, y, z എന്ന വേരിയബിൾസ്. b എന്ന മെട്രിക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ്, അതായത് 9, -6, 40. ഇനി നമ്മൾ ഇതിൻ്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതാൻ പോവാണ്. ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെയും കമ്പൈൻ ചെയ്ത് എഴുതുക. അതായത് a⁻b എന്ന ഫോമിലേക്ക് എഴുതാൻ പോവാണ്. -1, -1, 0, 8, 6, -2, 4, -6. നമുക്കിവിടെ ഒരു ബാർ ഇടാം. അതിനുശേഷം ഇതിൻ്റെ ഇപ്പുറത്തെ റൈറ്റ് ഹാൻഡ് സൈഡ് 9, -6, 40 എന്ന് എഴുതാം. ഇനി ഇത് നമ്മൾ നേരത്തെ ചെയ്ത റാങ്ക് കണ്ടുപിടിക്കുക നമ്മൾ ചെയ്തില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ നോൺ സീറോ എലിമെൻറ്റിൻ്റെയും താഴത്തെ ഇതിങ്ങനെ 0 ആക്കുക. അപ്പോൾ ഈ പ്രൊസീജിയറിൽ ഇതിൽ ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് ഇത് 0 ആക്കണമെന്നുണ്ടെങ്കിൽ R3 + 2R1 ചെയ്താൽ ഇത് R3 + 2R1 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയാവും. 1, -1, 9, 0, 8, 6, -6, 0, 6, -8, 58 എന്ന് കിട്ടും. ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത നോൺ സീറോ ആയിട്ടുള്ള അടുത്ത റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലിമെൻ്റ് താഴെ 0 ആണ്. അതായത് 8ൻ്റെ താഴത്തെ 6നെ ഇനി 0 ആക്കണം. അപ്പോൾ ഇതിന് നമുക്ക് R3 ഇതിൻ്റെ LCM ആയിട്ടുള്ള ഇതിൻ്റെ രണ്ടിൻ്റെ LCM എടുക്കുക. എന്നിട്ട് 4R3 - 3R2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതും 0 ആയി കിട്ടും. അപ്പോൾ അത് ചെയ്യുമ്പോൾ കിട്ടുന്നത് നമുക്ക് കിട്ടുന്നത് 1, 1, -1, 9 അങ്ങനെ എഴുതി. ഇത് 0, 8, 6, -6, പിന്നെ 0, 0, -50, 250 ഇങ്ങനെയാണ് നമുക്കത് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇനി ഇതിന് നമുക്ക് ഇതെന്താ മീൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 0h + 0y - 50z = 250 എന്നാണ് ഇത് മീൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് എഴുതാൻ പറ്റും. -50z = 250. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. z = 250/50, അതായത് 5. അതിന് മൈനസ് വരുമ്പോൾ -5 എന്ന് സെറ്റിൻ്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് അടുത്ത അതിൻ്റെ മാത്ത് ഇക്വേഷൻ സോൾവ് ചെയ്യാം.
അതായത് 8y + 6z = -6 എന്നാണ്. ഈ ഇസെറ്റിൻ്റെ വാല്യൂ നമുക്കറിയാം -5 ആണെന്ന്. അപ്പോൾ അത് വെച്ച് നമുക്ക് y കണ്ടുപിടിക്കാൻ പറ്റും. y എന്ന് പറയുന്നത് 24/8 എന്ന് വരും, 3. പിന്നെ അതുപോലെ എക്സിനെ സോൾവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലൈന് സോൾവ് ചെയ്യുമ്പോൾ x + y - z = 9 എന്നാണ് കിട്ടുന്നത്. ഇപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇത് 3 ആണ്, ഇത് -5 ആണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് എച്ച് കണ്ടുപിടിക്കാൻ പറ്റും. എച്ച് എന്ന് പറയുന്നത് 1 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ നമുക്ക് കിട്ടേണ്ട മാട്രിക്സ് എച്ച് എന്ന് പറയുന്നത് 1 3 -5 എന്നതാണ്. ഇതാണ് സോൾവ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ്. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വേറൊരു കൺസെപ്റ്റ് പറഞ്ഞുതരാം. ഇതിൽ പിന്നെ ചോദിക്കുന്നത് കൺസിസ്റ്റൻ്റ് ആണോ ഇൻകൺസിസ്റ്റൻ്റ് ആണോ, എത്ര സൊല്യൂഷൻ ഉണ്ട്, അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു ഓഗ്മെൻറ്റഡ് മാട്രിക്സ് എഴുതിയത് ഞാൻ കാണിച്ചു തന്നില്ലേ, A/B എന്ന ഫോമിൽ എഴുതുന്നത്. അപ്പോൾ ഈ മെട്രിക്സിൽ ഇതിൻ്റെ റാങ്കും ഈ ഒരു മെട്രിക്സിൻ്റെ റാങ്കും ഈ ഒരു മെട്രിക്സിൻ്റെ റാങ്കും സെയിം ആണെന്നുണ്ടെങ്കിൽ അത് കൺസിസ്റ്റൻ്റ് ആണെന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. ഒന്നില്ലെങ്കിൽ യുണീക്ക് സൊല്യൂഷനോ അല്ലെങ്കിൽ ഒരു ഇൻഫിനിറ്റ്ലി സൊല്യൂഷനോ ഉണ്ടെന്ന് പറയാൻ പറ്റും. ഇൻ കേസ് ഇനി ഇതിൻ്റെ റാങ്കും ഇതിൻ്റെ റാങ്കും, അതായത് ഈ 3 റോ വെച്ച് എടുക്കും 3 കോളം വെച്ച് എടുക്കുമ്പോഴും ഈ 4 കോളം വെച്ച് എടുക്കുമ്പോഴുള്ള റാങ്ക് ഡിഫറെൻ്റ് ആണെന്ന് വിചാരിക്കും. ഈ നോട്ട് ഈക്വൽ ടു എന്ന കണ്ടീഷനിൽ അത് ഇൻകൺസിസ്റ്റൻ്റ് ആണെന്ന് പറയും. അതിന് നോ സൊല്യൂഷൻ ആണ്. ഇത് ഇൻകൺസിസ്റ്റൻ്റ് ആകുന്ന ഒരു കണ്ടീഷൻ വരുമ്പോൾ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഇവിടെ 0 ആണെന്ന് വിചാരിക്കും. ഇവിടെ 0 ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മെട്രിക്സിൻ്റെ റാങ്ക് എന്താ, ഇവിടെ ഒരു നോൺ സീറോ എലമെൻ്റ് ഉള്ളതുകൊണ്ട് ഇത് നമ്മൾ റാങ്ക് കണക്ക് കൂട്ടണം. അപ്പോൾ 1 2 3 ഇതിൻ്റെ റാങ്ക് 3 ആണ് ഇപ്പോൾ. പക്ഷേ ഇനി നമ്മൾ ഇതിൻ്റെ റാങ്ക് എടുക്കുമ്പോൾ നോക്കി നോക്കുക, 1 2 3 ഇതിൻ്റെ റാങ്ക് 3 ആണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ റാങ്ക് ഇപ്പോൾ 3 ആയതുകൊണ്ട് ഇതെന്താണ്, കൺസിസ്റ്റൻ്റ് ആണ്. ഇനിയിപ്പോൾ ഇതല്ല, ഇത് 250 ആണെന്ന് തന്നെ വിചാരിക്കുക. ഇത് 0 ആയി, ഇതൊരു നോൺ സീറോ നമ്പറും ഇത് 0 ആണെന്ന് വിചാരിക്കും. അപ്പോൾ എന്തായി, ഈ മൊത്തം മെട്രിക്സ് എടുക്കുമ്പോൾ ഇതിൻ്റെ റാങ്ക് 1 2 3 ഇവിടെ ഒരു നോൺ സീറോ നമ്പർ ഉണ്ട്. പക്ഷേ ഈ ഒരു മെട്രിക്സ് എടുക്കുന്ന സമയത്ത് 1 2 മാത്രമേ ഉള്ളൂ, കാരണം ഇത് 3 0 ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ റാങ്കിൽ കണക്ക് കൂട്ടാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ റാങ്ക് 2ഉം ഇതിന് മൊത്തം എടുക്കുമ്പോൾ റാങ്ക് 3ഉം ആയി. അപ്പോൾ റാങ്ക് രണ്ടും ഈക്വൽ അല്ല. അപ്പോൾ ആ സമയത്ത് ഇതിനെ ഇൻകൺസിസ്റ്റൻ്റ് സൊല്യൂഷൻ എന്ന് പറയും, അതായത് നോ സൊല്യൂഷൻ. ഇനി ഇതിൽ തന്നെ മറ്റേ സൊല്യൂഷൻ കൺസിസ്റ്റൻ്റ് ആകുമ്പോൾ സൊല്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ യുണീക്ക് സൊല്യൂഷൻ വരുന്ന കേസും ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് വരുന്ന കേസും അതെങ്ങനെയാണ് മാറുന്നതെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഈ റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മാട്രിക്സ്, അതായത് ഇതിൻ്റെ റാങ്കും സെയിം ആണ്, ഈക്വൽ ആണ്. അതായത് XYZ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് അൺനോൺസിന് ഈക്വൽ ആണ്. ഇപ്പോൾ XYZ എന്ന് പറയുമ്പോൾ 3 അൺനോൺ അല്ലേ, അപ്പോൾ റാങ്കും 3 ആണ്, റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മാട്രിക്സും 3 ആണ്. പിന്നെ നമുക്ക് അറിയാത്ത അൺനോൺസ് എന്ന് പറഞ്ഞാൽ XYZ എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ ഇത് 3 ഈക്വൽ ആകുമ്പോൾ അതിനൊരു യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇനി റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മാട്രിക്സും റാങ്ക് ഓഫ് എയും ഈക്വൽ ആണ്, പക്ഷേ അത് നമുക്ക് നമ്പർ ഓഫ് അൺനോൺസ്, അതായത് XYZന് ഇതിനേക്കാൾ XYZ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 3 അൺനോൺസ് അല്ലേ, അപ്പോൾ അതിനേക്കാൾ കുറവ്, അതായത് 2ഓ അങ്ങനെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് മനസ്സിലാക്കുക അത് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആണ്. ഈ 2 കാര്യം ഓർത്ത് വയ്ക്കുക. ഇതാണ് ഈ പാർട്ടിൽ ഇപ്പോൾ വരുന്ന ചോദ്യം. ഇനി വേറെ ടൈപ്പ് നോക്കാം. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് പാർട്ട് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ വരുന്ന മോസ്റ്റ് ക്വസ്റ്റ്യൻസിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് എയ്ഗൻ വാല്യൂ, അതുപോലെ തന്നെ ഡയഗണലൈസേഷൻ. എയ്ഗൻ വാല്യൂ കണ്ടുപിടിക്കാൻ അറിയാത്തതിന് നമുക്ക് ഡയഗണലൈസേഷൻ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. ഒരു സ്റ്റെപ്പ് മാത്രം അധികം ചെയ്യാൻ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എയ്ഗൻ വാല്യൂസ് എന്താണെന്ന് നോക്കാം.
ഐഗൻ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എ മൈനസ് ലാംഡ ഐ ഇൻറ്റു എച്ച് ഈക്വൽ ടു 0 എന്ന ഫോമിൽ നമ്മൾ എഴുതിയിട്ട് കണ്ടുപിടിക്കുന്ന ഒരു ടൈപ്പ് പ്രോബ്ലമാണ്. അപ്പോൾ ഇതൊരു 2/2 മാട്രിക്സ് ആണെങ്കിൽ ഇതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട് ലാംഡ കണ്ടുപിടിക്കാൻ. അതായത് ലാംഡ സ്ക്വയർ മൈനസ് നമുക്ക് തന്നിരിക്കുന്ന ഒരു മാട്രിക്സ് എ ഈക്വൽ ടു എച്ച് വൈ സെറ്റ് എ ബി സി 1 2 3. ഈ ഒരു മെട്രിക്സിന്റെ ട്രേസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം പ്രിൻസിപ്പൽ ഡയഗണൽ, അതായത് ഈ എലമെന്റ്സ് ഇതാണ് ട്രേസ് ഓഫ് എ എന്ന് പറയുന്നത്. അതായത് ഇതിനെല്ലാം സം ചെയ്യുക. അതായത് ഇപ്പോൾ എച്ച് പ്ലസ് ബി പ്ലസ് 3 ഇതിനൊരു എക്സാമ്പിൾ എടുത്താണ്. അപ്പോൾ ഇതിൻ്റെ സമ്മ് ഇൻറ്റു ലാംഡ അതിവിടെ പ്ലസ് ഡിറ്റർമിനൻ്റ് ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുക. എന്നിട്ട് ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഈ ലാംഡയുടെ വാല്യൂ കിട്ടും, അതായത് ആ ഐഗൻ വാല്യൂസ് കിട്ടും. ഇതുവഴി ചെയ്യുമ്പോൾ നമുക്ക് ഐഗൻ വാല്യൂസ് കിട്ടും. ഇനിയിപ്പോൾ അതൊരു 3/3 മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യുക. ലാംഡ ക്യൂബ് മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു ലാംഡ സ്ക്വയർ പ്ലസ് C11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളവും ഫസ്റ്റ് റോയും എലിമിനേറ്റ് ചെയ്തിട്ട് ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കില്ലേ, അതെ. ഇനിയിപ്പോൾ C22 എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ സെക്കൻഡ് റോയിൽ നിന്ന് ആൻഡ് സെക്കൻഡ് കോളം. നമ്മൾ നോർമൽ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുന്ന പോലെയല്ല, സെക്കൻഡ് റോ സെക്കൻഡ് കോളം എലിമിനേറ്റ് ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുന്നത്. അതായത് റിമൈനിങ് ടേംസ് ഉണ്ടല്ലോ ഇത് എലിമിനേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിറ്റർമിനൻ്റ്. C33 എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ തേർഡ് റോ തേർഡ് കോളം. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഈ വാല്യൂ കിട്ടും. ഇത് ഇട്ടുക ലാംഡ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക മൈനസ് പിന്നെ ആ തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുക. ഇതാണ് അതിൻ്റെ ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ ഐഗൻ വാല്യൂ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഐഗൻ വാല്യൂ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് 4 2 -2 2 5 0 -2 0 3 എന്ന മെട്രിക്സ് ആണ് എടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ട്രേസ് ഓഫ് എ എന്ന് പറയുമ്പോൾ എന്തായാലും വരിക 4 + 5 + 3, അതായത് 9 + 3 എന്ന് പറയുമ്പോൾ 12 എന്ന് കിട്ടും. അപ്പോൾ ട്രേസ് ഓഫ് എ കിട്ടി 12. ട്രേസ് ഓഫ് എ ഈസ് ഈക്വൽ ടു 12 എന്ന് കിട്ടി. അതുപോലെ C11 എന്ന് പറയുമ്പോൾ ഈ റോയും ഇതും എലിമിനേറ്റ് ചെയ്യുക. അപ്പോൾ എന്താ ഇതല്ലേ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15. അപ്പോൾ C11 15 കിട്ടി. ഇനി C22 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോയും അല്ല ഈ കോളവും ഈ റോയും എലിമിനേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് 4 × 3 12 -4 അതായത് 8 എന്ന് കിട്ടും. ഇനി C33 എന്ന് പറയുമ്പോൾ ഈ റോയും ഈ കോളവും, അപ്പോൾ 20 - 4 അതായത് 16 എന്ന് കിട്ടും. ഇനി ഇതിനെ 3 ആഡ് ചെയ്യുക, അത് ഇൻറ്റു ലാംഡ. അപ്പം ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. ലാംഡ ക്യൂബ് മൈനസ് ട്രേസ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ആണ്. 12 × ലാംഡ സ്ക്വയർ പ്ലസ് പിന്നെ ഇത് 3 ആഡ് ചെയ്യുക. ഇത് 3 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 39 എന്ന് കിട്ടും. 39 ലാംഡ മൈനസ് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ്. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. നമ്മൾ ചെയ്ത് നോക്കിയാൽ മതി 28 എന്ന് കിട്ടും. കാൽക്കുലേറ്ററിൽ അടിച്ച് കൊടുത്താൽ മതി. നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ വാല്യൂസ് ഡയറക്റ്റ് ആ ഇക്വേഷൻസിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ലാംഡയുടെ വാല്യൂസ് കിട്ടും. ഇനി ഈ ഇക്വേഷൻ എടുത്തിട്ട് 3 ഡിഗ്രി പോളിനോമിയലാണ്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ ഈ കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാംഡയുടെ വാല്യൂസ് എന്താണെന്ന് കിട്ടും. അപ്പോൾ ലാംഡയുടെ വാല്യൂസ് വരുന്നത് 147 എന്നാണ് ഇവിടെ കിട്ടുന്നത്. ഇനി നമ്മൾ ഫസ്റ്റ് പറഞ്ഞ സംഭവം ഉണ്ട് A - ലാംഡ I × H = 0. അപ്പോൾ A - ലാംഡ I × H = 0 എന്ന് ഓരോന്നിനും, അതായത് 1 വെച്ചിട്ട് ചെയ്യണം, 4 വെച്ചിട്ട് ചെയ്യണം, 7 വെച്ചിട്ട് ചെയ്യണം. നമ്മുടെ 1 വെച്ചിട്ട് ചെയ്യുമ്പോൾ ലാംഡ എന്തായി 1 ആയി. A - ലാംഡ എന്നിട്ട് ലാംഡ 1 ആകുമ്പോൾ A - I × H = 0 എന്ന് കിട്ടി. അപ്പോൾ എന്തായി I എന്ന മെട്രിക്സ് എല്ലാവർക്കും അറിയാം. 3rd ഡിഗ്രി ആകുമ്പോൾ 3/3 ആകുമ്പോൾ 1 0 0 0 1 0 0 0 1. അപ്പോൾ ഫസ്റ്റ് റോയിൽ ഇതിൽ -1 ചെയ്യുമ്പോൾ ഇവിടെയും മാത്രം നമുക്കിപ്പോൾ ഈ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ -1 വരും. അപ്പോൾ ആ നമ്മൾ തന്നിരിക്കുന്ന മെട്രിക്സിൽ ഇവിടെ നിന്ന് -1 ചെയ്യുക,
ഇവിടുന്ന് മെൻഷൻ ചെയ്യാം, ഇവിടുന്ന് മെൻഷൻ ചെയ്യാം, ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെയാണ്. ഇത് നമുക്ക് i വന്നതുകൊണ്ടാണ്. ഇനിയിപ്പോൾ 2i വന്നു കഴിഞ്ഞാൽ ഇതിൽ തന്നെ 2h സബ്ട്രാക്ട് ചെയ്യേണ്ടി വരും. 3i വന്നു വെച്ചാൽ 3h സബ്ട്രാക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ 3 ചെയ്യാനുണ്ട്. പക്ഷേ ഫസ്റ്റ് നമ്മളിപ്പോൾ എടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ലാംഡ 1 ആവുന്ന കണ്ടീഷനാണ് ഇപ്പോൾ നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 3 2 -2 2 4 0 -2 0 2 എന്ന് കിട്ടും. ഇനി h എന്ന് പറഞ്ഞാൽ h1 h2 h3 ഈക്വൽ ടു 0 0 0. നമുക്ക് ഇങ്ങനെ നമ്മൾ h ഈക്വൽ ടു 0 എന്ന് -i × h ഈക്വൽ ടു 0 എന്ന ഫോമിൽ എഴുതി. ഇനി നമുക്ക് ആദ്യം നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യണം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ റോ റെഡ്യൂസ്ഡ് എപ്സിലോൺ ഫോം, അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ആ 0 എന്നുള്ള ടേമിൻ്റെ അതിലേക്ക് മാറ്റാൻ കഴിയും. ഇപ്പോൾ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഫസ്റ്റ് നമ്മൾ ഡയറക്റ്റ് പോയി അപ്ലൈ ചെയ്യരുത്. ഇത് ഈ ലാംഡ ഐഗൻ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം അപ്ലൈ ചെയ്യാം. ഇനി ഇതിലേക്ക് റോ റെഡ്യൂസ്ഡ് എപ്സിലോൺ ഫോം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഫോം ആയിരിക്കും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ അതിൻ്റെ മെത്തേഡ് പറഞ്ഞു തന്നിട്ടുണ്ട്. 3 2 -2 0 8 4 0 0 0 ഇൻറ്റു h1 h2 h3 ഈക്വൽ ടു 0 0 0. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഇങ്ങനെ ഈ ഫോമിലാണ് എത്തുന്നത്. ഇത് ചെയ്ത് വരുമ്പോൾ, റിഡക്ഷൻ ചെയ്ത് വരുമ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമുക്ക് ഈ ഫോമിലെത്തിയപ്പോൾ ഇനി നമുക്ക് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തൂടെ. അതായത് 3h1 + 2h2 - 2h3 ഈക്വൽ ടു 0. പിന്നെ ഇവിടെ എന്താ 0h1 + 8h2 + 4h3 ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ ഇത് നമുക്ക് എന്ത് കിട്ടും? h3 ഈസ് ഈക്വൽ ടു -2h2 എന്ന് കിട്ടില്ലേ. അപ്പോൾ നമുക്ക് ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യേണ്ടി വരും. കാരണം ടേംസിന് h2ന് നമുക്ക് t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ h3 എന്തായിരിക്കും? -2t ആയില്ലേ. ഇനി ഇത് കൊണ്ടായിട്ട് ഫസ്റ്റിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ 3h1 + 2h2 അതായത് 2t -2 ഇൻറ്റു h3 എന്താ -2t ഈക്വൽ ടു 0. അപ്പോൾ ഇത് നമുക്ക് h1 കണ്ടുപിടിക്കാൻ പറ്റും. h1 ഈസ് ഈക്വൽ ടു -2t എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടിയ ഐഗൻ വെക്ടേഴ്സ് ലാംഡ 1 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടിയ ഐഗൻ വെക്ടേഴ്സ് എന്ന് പറയുന്നത് -2t 1t -2t. ഇനി നമുക്ക് ടിക്ക് 1 കൊടുത്തിട്ട് ഉള്ളത് നമുക്ക് എടുത്തെഴുതാൻ പറ്റും. അപ്പോൾ ഇത് -2 ആവും, 1 ആകും, -2. അപ്പോൾ ഇതാണ് ലാംഡ ഈക്വൽ ടു 1 എന്ന ഐഗൻ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഐഗൻ വെക്ടേഴ്സ്. ഇനി ഇതുപോലെ ലാംഡ ഈക്വൽ ടു 4 വെച്ചിട്ടും ചെയ്യുക. അതായത് -4i × h ഈക്വൽ ടു 0 ഇതേ മെത്തേഡിൽ ചെയ്തിട്ട് ചെയ്യുക. ലാംഡ ഈക്വൽ ടു 7, അപ്പോൾ -7i × h ഈക്വൽ 0. അപ്പോൾ അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഐഗൻ വെക്ടേഴ്സ് കിട്ടും ഓരോന്നിൻ്റെ. അപ്പോൾ അങ്ങനെ 3ൻ്റെ ഐഗൻ വെക്ടേഴ്സ് കിട്ടും. ഇതിൻ്റെ ഐഗൻ വെക്ടേഴ്സ് നമുക്ക് കിട്ടുമ്പോൾ ഞാനിതിപ്പോൾ ചെയ്ത് കാണിക്കുന്നില്ല, വീഡിയോ ഒരുപാട് ലെങ്തി ആയിരിക്കും. അതുകൊണ്ട് അതിൽ എഴുതി കാണിക്കാം. നിങ്ങളത് ചെയ്ത് നോക്കിയിട്ട് കറക്റ്റല്ലേ എന്ന് വെരിഫൈ ചെയ്താൽ മതി. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഐഗൻ വെക്ടേഴ്സ് -1/2 1 1, അതായത് നിങ്ങൾക്ക് കിട്ടുക -t/2 tt എന്നായിരിക്കും. പിന്നെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ടിക്ക് 1 എന്ന വാല്യൂ ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ 7 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഐഗൻ വെക്ടേഴ്സ് എന്ന് പറയുന്നത് -2t -2t t, അതായത് -2 -2 1 എന്ന് കിട്ടും. ഇനിയാണ് ഞാൻ പറഞ്ഞത് ഇത്രയും നിങ്ങൾക്ക് ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ വേറെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡയഗണലൈസേഷൻ എന്ന് പറയുന്നത്. ഡയഗണലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇപ്പോൾ നമുക്ക് ഇത്ര കിട്ടിയില്ലേ, ഈ 3 ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിച്ചില്ലേ, അതിൻ്റെ 3 ഐഗൻ വാല്യൂസിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള 3 ഐഗൻ വെക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിച്ച്. ഇനി ഡയഗണലൈസേഷൻ എന്ന് പറഞ്ഞാൽ d ഈസ് ഈക്വൽ ടു ഇൻവേഴ്സ് a × p എന്നാണ്. അപ്പോൾ ഇതിലൊന്നും നമ്മൾ ചെയ്യാനില്ല, ഡയറക്റ്റ് ഈ മെട്രിക്സ് ഉണ്ടല്ലോ, അതായത് നമുക്ക് ലാംഡ ഈക്വൽ ടു 1 കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ മെട്രിക്സ് കിട്ടിയത്. അതായത് -2 1 -2 എന്ന് കിട്ടി.
അതായത് ലാംഡ ഈക്വൽ ടു 4 എന്ന് കൊടുക്കുമ്പോൾ -1/2 1 1 എന്ന് കിട്ടി. ഇവിടെ -2 -2 1 എന്ന് കിട്ടി. ഇനി ഈ ഡയഗണലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിനെ ഈ കിട്ടിയ സംഭവത്തെ ജസ്റ്റ് ഇങ്ങനെ എഴുതിയാൽ മതി. അതായത് ഇത് നമുക്ക് എന്ത് കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂസ് ആണ്. ഇത് നമുക്ക് ഈ ഒരു റോ എന്ന് പറയുന്നത്, ഈ ഒരു കോളം എന്ന് പറയുന്നത് നമുക്ക് ലാംഡ ഐഗൻ വാല്യൂ 1 കൊടുക്കുമ്പോൾ കിട്ടുന്ന ഇതാണ്. നമ്മൾ 1 എന്ന് എഴുതുന്നു. പിന്നെ അടുത്തത് ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് ഇത് ലാംഡ ഈക്വൽ ടു 4 എന്ന ഐഗൻ വാല്യൂ കൊടുക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ 4 എഴുതാം. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഡയഗണലായിട്ട് മാത്രം നമ്മൾ ഏത് ഐഗൻ വാല്യൂ ആണോ കൊടുത്തപ്പോഴാണോ ഈ വെക്ടർ കിട്ടിയത് അത് ഡയഗണലായിട്ട് എഴുതുക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 7 കൊടുക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഈ ഡയഗണൽ 7. ഇതിനെയാണ് ഡയഗണലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ വരും ഇതിന്. ഒന്നില്ലെങ്കിൽ ഡയഗണലൈസേഷൻ എന്ന് പറയാം. അപ്പോൾ ഇതിനൊരു സ്റ്റെപ്പ് കൂടുതൽ ചെയ്യണം, അത്രേ ഉള്ളൂ. ഐഗൻ വെക്ടേഴ്സ് എന്തായാലും ചോദിക്കും. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കി വയ്ക്കുക. പിന്നെ ഇവിടെയൊക്കെ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ ഉണ്ടായിരുന്ന h1 = t എന്നൊക്കെ കൊടുത്തിട്ട് അത് നിങ്ങൾ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്. അതിപ്പോൾ 2 എണ്ണം, അതായത് ഇപ്പോൾ 3 അൺനോണും ഒരു ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പക്ഷേ 2 വേരിയബിളിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എങ്ങനെ വേണമെങ്കിലും സോൾവ് ചെയ്യുക, ഇക്വേഷൻ സോൾവ് ചെയ്യുക, എന്നിട്ട് ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കാം. ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ഏത് ഐഗൻ വാല്യൂ കൊടുക്കുമ്പോഴാണ് കിട്ടിയത് അതിന് ഡയഗണലാക്കി എഴുതുന്നതിനെയാണ് ഡയഗണലൈസേഷൻ എന്ന് പറയുന്നത്. ഇതൊന്നും ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ചെയ്യുമ്പോൾ തന്നെ എങ്ങനെയാണ് അത് കിട്ടുക. ഓക്കെ. അപ്പോൾ പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ഐഗൻ വാല്യൂ ഒരെണ്ണം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് സം ഓഫ് പ്രിൻസിപ്പൽ ഡയഗണൽസ്. പ്രിൻസിപ്പൽ ഡയഗണലിൽ സമ്മ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് സം ഓഫ് ഐഗൻ വാല്യൂസ് ആയിരിക്കും. അതുപോലെ പ്രൊഡക്റ്റ് ഓഫ് ഐഗൻ വാല്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഡിറ്റർമിനന്റ് ആണ്. അതിൻ്റെ ഡിറ്റർമിനന്റ് കാണുന്നതും പ്രൊഡക്റ്റ് ഓഫ് ഐഗൻ വാല്യൂസ് കാണുന്നതും സെയിം ആണ്. ഇങ്ങനെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട് അതിന്, അതൊന്ന് ജസ്റ്റ് നോക്കി വയ്ക്കുക. ഇത്രയൊക്കെ തന്നെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാവരും ചെയ്ത് നോക്കുക, ടൈപ്പ് ക്വസ്റ്റ്യൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.